എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി അംബികാദേവി KC. വിഷയം വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ. ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ശ്രീമതി അംബികാദേവിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്തേ സർ. സായിരാം. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാഗ്മീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുവാര്യപാദം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും, എൻ്റെ മധുചേട്ടനും സോമൻ ചേട്ടനും പരമേശ്വരൻ സാറിനും എൻ്റെ വിനീതമായ മറ്റ് എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദികാവ്യമായ രാമായണത്തിന് സഹസ്രാബ്ദങ്ങളുടെയോ യുഗങ്ങളുടെയോ പഴക്കമുണ്ടാകാം. എങ്കിലും ഈ കാലഘട്ടത്തിന്റെയും അത് മഹാകാവ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് രാമായണത്തിന്റെ കാലാതീതമായ നിലനിൽപ്പ്, അല്ലെങ്കിൽ കാലാതീതമായ പ്രസക്തി അതുതന്നെയാണ് രാമായണത്തിന്റെ. രാമായണ രചനയ്ക്ക് മുമ്പ് വാൽമീകി മഹർഷിക്ക് ബ്രഹ്മാവ് പറയുന്നുണ്ട് വാൽമീകി മഹർഷിയോട്, യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും എത്രയോ കാലം നിലനിൽക്കുമോ അത്രയും കാലം രാമായണവും നിലനിൽക്കുക തന്നെ ചെയ്യും. രാമായണത്തിന് മുൻപും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവയുടെയൊക്കെ ലക്ഷ്യം മനുഷ്യനെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ്. കാവ്യങ്ങൾ കാന്താസംഹിതങ്ങളാണ്. ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുന്നത് പോലെ അതിനകത്ത് ശാസനയുണ്ടാകും, ഒപ്പം സ്നേഹവും ഉണ്ടാകും. രാമനിലൂടെയും സീതയിലൂടെയും മണ്ഡോദരിയിലൂടെയും അവരുടെ ജീവിത രീതിയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. മാത്രമല്ല, അറിവ് നേടിയത് കൊണ്ട് മാത്രം ഒരാൾ സന്മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല എന്നും രാവണൻ നമ്മെ കാണിച്ചു തരുന്നു. എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വിഷയം വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എന്നുള്ള ഭാഗമാണ്. ലങ്കാമർദ്ദനത്തിന് ശേഷം മടങ്ങി വന്ന ഹനുമാനിൽ നിന്ന് സീതയുടെ വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ ശ്രീരാമന് സമാധാനമാകുന്നു, ആശ്വാസമാകുന്നു. ഈ അവസരത്തിലാണ് അവര് അടുത്ത സീതയെ എങ്ങനെ ഇവിടെ എത്തിക്കും, തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ആലോചനകളുമായി നടക്കുന്ന സമയത്താണ് വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലേക്ക് എത്തുന്നത്. ആകാശമാർഗത്തിലൂടെ എവിടെയോ ചരിക്കുന്നത് പോലെ
കണ്ടിട്ട്, ആൾക്കാര് വരുന്നത് കണ്ടിട്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത ശത്രുക്കൾ വരികയാണോ എന്നാണ് സുഗ്രീവനും അംഗദനും ഒക്കെ ചിന്തിക്കുന്നത്. അവര് എന്താണ് എന്നിങ്ങനെ ആലോചിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഭീഷണൻ സ്വയം പരിചയപ്പെടുത്തുവാണ്. ഞാൻ രാവണ സോദരനായ വിഭീഷണനാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് വളരെ പ്രാവശ്യം പറഞ്ഞു സീതയെ കൊടുത്ത് മാപ്പു പറയുകയാണ് ഏറ്റവും നല്ലത് എന്ന്. പക്ഷേ മാത്രമല്ല ജ്ഞാനോപദേശം വളരെ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കാതെ എൻ്റെ പുറകെ വാളും എടുത്തുകൊണ്ട് വരികയായിരുന്നു ചെയ്തത്. എന്നെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് വിഭീഷണൻ പറയുന്നത്. വിഭീഷണന്റെ ഈ വാക്കുകൾ നമ്മുടെ സുഗ്രീവനും കൂട്ടർക്കും അംഗദനും അവർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അവര് പെട്ടെന്ന് രാമനെ വിവരം അറിയിക്കുകയാണ് ചെയ്യുന്നത്. സുഗ്രീവനും ബാലിപുത്രനായിട്ടുള്ള അംഗദനും മറ്റു വാനരന്മാരും ഒക്കെ ഒരേ അഭിപ്രായമായിരുന്നു. ഇവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇനി ശത്രുവിന്റെ സഹോദരനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചിലപ്പോൾ അവരുടെ ചാരനായിട്ടായിരിക്കും ഇവിടെ വന്നെത്തുന്നത്. മാത്രമല്ല ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാൻ, നമ്മുടെ കൂടെ കൂടി നമ്മളെ വഴിതെറ്റിക്കാനായിരിക്കും വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ലക്ഷ്മണനും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു ചിന്താഗതി. എന്നാൽ അവിടെ കുറച്ചു മയമായിട്ട് സംസാരിച്ചത് ഹനുമാനാണ്. ഹനുമാന് മയം ഉണ്ടാകാൻ കാര്യം, അല്ലെങ്കിൽ വിഭീഷണനോടൊരിത്തിരി സ്നേഹം തോന്നാൻ കാര്യം, രാവണ സഭയിൽ ഇരിക്കുന്ന സമയത്ത് അനുവാദമില്ലാതെ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ലങ്കയിൽ പ്രവേശിച്ച കൊരങ്ങനെ കൊന്നുകളയണം എന്നാണ് രാവണൻ ഉത്തരവിട്ടത്. ഇത് കേട്ട വിഭീഷണൻ ദൂതനെ വധിക്കരുത്, അത് പാപമാണ്, മാത്രമല്ല അദ്ദേഹം പറയുന്നതാണ് കാര്യം, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്, സീതയെ കൊടുത്ത് മാപ്പ് പറയുവാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ വിഭീഷണൻ രാവണനോട് പറയുന്നു. അങ്ങനെ പലതരത്ത് വാഗ്വാദങ്ങൾ ഉണ്ടായി, പലത് ആലോചിച്ച് പലതരത്തിൽ സംസാരിച്ചാണ് ഒടുവിൽ ദൂതനെ കൊല്ലണ്ട, ദൂതനെ അംഗഭംഗം ചെയ്ത് അല്ലെങ്കിൽ അവനെ അടയാളം കാണിച്ച് പറഞ്ഞു വിട്ടാ മതി. അതുകൊണ്ട് അങ്ങനെ വാനരന്മാർക്ക് ഏറ്റവും ശൗര്യമുള്ളത് വാലിലാണ്, നമുക്ക് അത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാണ് വാലിൽ പന്തം കൊളുത്തി ഹനുമാനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണ് ഹനുമാന് ലങ്ക ചുട്ടു ഭസ്മമാക്കാനായിട്ട് സാധിച്ചത്. എന്നിട്ടും ഹനുമാൻ അവിടെ രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം എന്ന് പറയുന്നത്, സീത ഇരിക്കുന്ന സ്ഥലവും രക്ഷിച്ചു. ഇത് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് ഹനുമാന് ഈ വിഭീഷണനോട് ചെറിയ ഒരു സ്നേഹം തോന്നാനുണ്ടായ കാരണം. കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. ഇവരുടെ എല്ലാവരുടെയും വാക്കുകളും എല്ലാം ശ്രീരാമചന്ദ്രൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിസ്തരിച്ച് പറയുന്നുണ്ട്. വിഭീഷണൻ രാക്ഷസകുലത്തിലാണ് ജനിച്ചതെങ്കിലും രാവണന്റെ പ്രവർത്തികളോടൊട്ടും തന്നെ താല്പര്യം ഇല്ലായിരുന്നു, ഒട്ടും തന്നെയല്ല ഒട്ടും യോജിപ്പില്ലായിരുന്നു. പക്ഷേ
വിഭീഷണന്റെ ഈ ന്യായവാദങ്ങളൊന്നും തന്നെ രാവണൻ ചെവിക്കൊണ്ടില്ല. പകരം വാളുമായിട്ട് വെട്ടാനായിട്ട് വരികയായിരുന്നു ചെന്നത്. അല്ലെങ്കിൽ പുറന്തള്ളി നാട് കടത്തുക തന്നെ ചെയ്തു. ശത്രുവിന്റെ മിത്രമാണ് എന്ന് പറഞ്ഞാണ് വിഭീഷണനെ രാവണൻ പുറന്തള്ളിയത്. അങ്ങനെയാണ് രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമനെ അഭയം പ്രാപിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ട ശ്രീരാമചന്ദ്രൻ തന്റെ തീരുമാനം വ്യത്യസ്തമാണ് എന്നാണ് അറിയിക്കുന്നത്. അഭയം തേടുന്നവനെ കൈവിടുന്നത് ഒരിക്കലും ശരിയല്ല. വിഭീഷണൻ ശരണം തേടി എത്തിയവനാണ്. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതത് വ്രതം മമ. ഇതാണ് എന്റെ തീരുമാനം. മുൻപ് അയാൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത്. ഇന്ന് അദ്ദേഹം ശരണാർത്ഥിയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അമൃതാനന്ദമയി അമ്മ എപ്പോഴും പറയും, മക്കളെ, മുൻവിധിയോടുകൂടി ഒരിക്കലും ഒന്നും ചെയ്യാൻ പുറപ്പെടരുത്. മാത്രമല്ല, ഇങ്ങനെ ഇത് ഒന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ഒരു കഥ പറയുകയാണ് ചെയ്യുന്നത്. പണ്ട് ഒരു കാട്ടിൽ ഒരു മരത്തിൽ രണ്ടിണപ്പക്ഷികൾ ഇരിക്കുകയായിരുന്നു. അവര് പല്ലവിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു വേടൻ അവിടെ വരുന്നു. വേടൻ അമ്പെയ്യുന്നു. അതിൽ ഒരു പക്ഷിയെ താഴെ വീഴ്ത്തുന്നു. മറ്റേ പക്ഷി മുകളിൽ ഇരുന്ന് കരയുവാണ് ചെയ്യുന്നത്. ദുഃഖിച്ചങ്ങനെ ഇരിക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നേരം സന്ധ്യയാകുന്നു. കാറ്റും മഴയും വരുന്നു. ഈ വേടനാണെങ്കിൽ ഈ മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നു. വിശക്കുന്നു എന്ന് മനസ്സിലായി ഈ പക്ഷിക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് ചുട്ടു തിന്നുന്നതിന് ഇദ്ദേഹത്തിന് അഗ്നിയില്ലല്ലോ എന്ന് തന്റെ മരത്തിന്റെ ചുവട്ടിൽ വന്ന് ഇരിക്കുന്ന വേടനെ കണ്ടിട്ടാണ് ഈ പക്ഷിക്ക് സങ്കടമുണ്ടാകുന്നത്. ആ പക്ഷി കബോധം പെട്ടെന്ന് പറന്നുപോയി അഗ്നി കൊണ്ട് ഈ വേടന് കൊടുക്കുന്നു. വേടൻ പെട്ടെന്ന് അതിനെ പക്ഷിയെ ചുട്ട് തിന്നുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മതിയായില്ല എന്ന് ശരിക്കും ഈ പക്ഷിക്ക് മനസ്സിലാകുന്നു. ഈ പക്ഷി എന്ത് ചെയ്യുന്നു? സ്വയം അവിടെ ആ അഗ്നിയിലേക്ക് വീണ് ആ വേടന് ഭക്ഷണമായി തീരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നിസാരമായ ഒരു കപോതത്തിന് ഈ രീതിയിൽ ചെയ്യാമെങ്കിൽ, ആശ്രിത രക്ഷണം ചെയ്യാമെങ്കിൽ, മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ് ശ്രീരാമൻ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് വിഭീഷണനെ അകത്തേക്ക് വിളിച്ചോളൂ. ഇവിടെ രാമന്റെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. തൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ മുഴുവനും എതിർത്തിട്ടും സ്വന്തം തീരുമാനത്തെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. ചുറ്റുമുള്ളവർക്ക് എതിർത്ത് സംസാരിച്ചിട്ടും സ്വന്തം തീരുമാനം അവരെ ബോധ്യപ്പെടുത്തിയാണ് ശ്രീരാമൻ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത്. വിഭീഷണനെ കുറിച്ച് പറയുമ്പോൾ ന്യായമെന്ന് ഉറപ്പുള്ള കാര്യത്തിന് വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ വാദിക്കാനും, വേണ്ടി വന്നാൽ സ്വന്തം വംശത്തെയും കുടുംബത്തെയും കൈവിടാനും, അതിന്റെ ഭവിഷ്യത്ത് എന്ത് തന്നെയായാലും അത് ഏറ്റുവാങ്ങാനും വിഭീഷണൻ കാണിച്ച ഈ ഉറച്ച മനസ്ഥിതി വിഭീഷണനെ നമുക്ക് അനുകരിക്കാവുന്നതാണ്. ആ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലേക്ക് എത്തുന്നു. അതിനുശേഷം വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. അതിലൊരു 5-6 വരി ഞാനിവിടെ വായിക്കാം. രാമം വിശാലാക്ഷം ഇന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം
സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമല. ശ്രീരാമന്റെ യശാദിപാത വർണ്ണനയാണ് ഇവിടെ സ്തുതിക്കുന്നത് വിഭീഷണൻ. കാമദം, കാമത്തെയൊക്കെ ദാനം ചെയ്യുന്നവനായിക്കൊണ്ട് നമസ്കാരം. കാമോപമം, സുന്ദരം, കാമദേവന് സുന്ദരമായിട്ടുള്ള സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമായിട്ടുള്ള, നമ്മൾ സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രീരാമനെയും അത് തന്നെയാണ് എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോമളം, ബാണധനുർധരം, അമ്പും വില്ലും ഏന്തിയിട്ടുള്ളയാളാണ്. പിന്നെ സോമബിംബാഭ പ്രസന്ന മുഖാംബുജം, ചന്ദ്രനോടാണ് ചന്ദ്രപ്രഭയാണ് ശ്രീരാമനുള്ളത് എന്ന് പറയുന്നു. കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം. കാന്തം ആകർഷിക്കപ്പെടുന്നതാണ്. കരുണാകരം കരുണയുടെ ഇരിപ്പിടമാണ്. കമലേക്ഷണം ശാന്തം ശരണ്യം. ശാന്തം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ശാന്താകാരം ഭുജഗശയനം. അത് തന്നെ ആ ശാന്തമായിട്ടുള്ള ഉദാസീനവത് ആസീനം, ആ ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം, ലക്ഷ്മണനോട് കൂടിയിട്ടുള്ളത്. സുഗ്രീവ മാരുതി മുഖ്യ കവികുലസേവിതം രാഘവം. സുഗ്രീവനും ഹനുമാനും ലക്ഷ്മണനോട് കൂടി ചേർന്നുള്ളതും അങ്ങനെയുള്ള മറ്റ് കവികൾ, മറ്റ് വാനരന്മാരോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള രാഘവം ശ്രീരാമചന്ദ്രനെ കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ. അങ്ങനെ ആ ശ്രീരാമചന്ദ്രൻ സമ്മതിച്ച് തന്നെ തന്റെ വശത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ഉള്ള ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പിന്നീട് ഒരു വലിയ സ്തുതിയാണ് വിഭീഷണൻ നടത്തുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഈ വിഭീഷണന്റെ ആ പ്രവർത്തികളാണ് കുടുംബത്തെയും തന്റെ വംശത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞ് തന്റെ കാര്യം ന്യായമാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കാണിച്ച ആ ഉറച്ച ധൈര്യമാണ് നമ്മൾ മഹത്വമായിട്ട് കാണേണ്ടത്. വിഭീഷണനെ 7 ചിരഞ്ജീവികളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ചിരഞ്ജീവികൾ അശ്വത്ഥാമ, മഹാബലി, വേദവ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ. അങ്ങനെ 7 പേരാണ്. അതിലൊരാളാണ് വിഭീഷണൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ സനകാദി യോഗീശ്വരന്മാരിൽ സനൽകുമാരൻ എന്ന് പറയുന്ന മുനിയുടെ ഒരു ജന്മമാണ് ഈ വിഭീഷണൻ എന്നും മഹാത്മാക്കള് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഗുരുക്കന്മാരുടെ പാദാരവിന്ദങ്ങളിലും ശ്രീരാമ ഹനുമാൻ പാദങ്ങളിലും സമർപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ മഹാത്മാക്കൾക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ചേർത്തു പിടിച്ച് നമ്മുടെ പരമേശ്വരൻ സാറ് ചെയ്യുന്ന ഈ സേവനം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എത്രത്തോളം മഹത്തരമാണ്, നമുക്ക് ആർക്കും പറ്റാത്തതാണ്. എന്തായാലും ആ ചെയ്യുന്ന സാറിന് തുടർന്ന് കൊണ്ടുപോകുന്നതിനുള്ള അനുഗ്രഹം ശ്രീരാമ ഹനുമൻ സ്വാമികൾ ചെയ്തു തരട്ടെ എന്നും സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇത്രയും സമയം ആ 2 പേരുടെയും മഹത്വം, രാവണ സഹോദരൻ വിഭീഷണന്റെ മഹത്വം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. അത് വളരെ വിശദമായിട്ട് പറഞ്ഞത് എന്താണ് വിഭീഷണന്റെ മഹത്വം. അപ്പോ അങ്ങനെ മഹത്വമുള്ള വിഭീഷണനെ സ്വീകരിച്ച രാമേന്ദ്രസ്വാമിയുടെ മഹത്വം, അത് രണ്ടും വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഈ വേദിയെ ഇത്രയും ധന്യമാക്കിയതിന് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്നു, എല്ലാവരുടെയും നമസ്കാരവും അറിയിക്കുന്നു. ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും. നമസ്തേ. മജേട്ടാ. സാറാം.
യുദ്ധകാണ്ഡത്തിലെ വിഭീഷണന്റെ ശ്രീരാമ സമുദ്രത്തിലുള്ള ശരണാഗതിയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് വിവരിച്ചു തന്ന അംബികാദേവിയുടെ പാദങ്ങളുടെ വിനീത നമസ്കാരം. ആദ്യമായിട്ട് തന്നെ രാമായണത്തിന്റെ പൗരാണികതയും ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ആമുഖമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. രാക്ഷസനാണെങ്കിലും വിഭീഷണൻ ധർമാത്മാവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവൻ അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റി വിഭീഷണന് അഭയം നൽകിയത്. സ്വാമിയാർമഠത്തിന്റെ ആ മണ്ഡപത്തിന്റെ മേളില് അഭയം സർവഭൂതേഭ്യോ എന്നുള്ള മഹാവാക്യം എഴുതി വച്ചിട്ടുണ്ട്. അതിവിടെ പ്രസക്തമാണ്. വിഭീഷണ സ്തുതിയും മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. അംബികാദേവിക്ക് ഒന്നുകൂടി എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. നന്ദി. അംബിക ചേച്ചി, താങ്ക് യു. ഞാനും എൻ്റെ പിള്ളേരും ഇവിടെ ഇരുന്ന് പറയായിരുന്നു, എനിക്ക് ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മ വന്നു. ചേച്ചിയുടെ പ്രഭാഷണം പറയുന്ന രീതിയും ആ മുഖഭാവവും ആ ശബ്ദവും എല്ലാം എനിക്ക് ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മ വന്നു. നല്ല പ്രഭാഷണമായിരുന്നു. താങ്ക് യു. നല്ല പ്രഭാഷണമായിരുന്നു, വളരെ നന്നായിരുന്നു. നന്ദി. ചേച്ചി വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അംബിക ചേച്ചി വളരെ വിജ്ഞാനപ്രദമായിരുന്നു കേട്ടോ പ്രഭാഷണം. ഞാൻ ആദ്യം മുതലേ കേട്ടു. വളരെ സന്തോഷം. കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. നമുക്ക് ചില സന്ദേശങ്ങളും പറഞ്ഞു തന്നു. നമ്മളെപ്പോഴും സത്യത്തിന്റെയും ന്യായത്തിന്റെയും കൂടെ നിൽക്കണം എന്നുള്ളൊരു സന്ദേശം കൂടെ ചേച്ചി ഇതിലൂടെ പറഞ്ഞു തന്നു. വളരെ സന്തോഷമായി. വളരെ നന്നായിരുന്നു പ്രഭാഷണം. താങ്ക് യു. മഹത്വാക്യങ്ങളും അതേപോലെ കഥയും എല്ലാം പറഞ്ഞ് നമ്മളെ തത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് അംബികയ്ക്ക് സാധിച്ചു. ഇനിയും ഇത് കൂടുതലായി കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ടീച്ചറെ. എല്ലാവരും പറഞ്ഞ പോലെ വളരെ നന്നായിരുന്നു. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ എന്നെ കേൾക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. നാളത്തെ പരിപാടി, നാളെ കുട്ടികളുടെ പ്രോഗ്രാമില് ഹരികേശ്, ലക്ഷ്മിനന്ദ, അങ്ങനെ 2 കുട്ടികളാണ് നാളെ കഥാപ്രവചനം നടത്തുന്നത്. പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ ശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. വിഷയം സേതുബന്ധനം. എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ സന്നിഹിതരായി. ഇവരെയൊക്കെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.